ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കിയിലേക്ക് കാഴ്ച കാണാൻ വരുന്നവരെ തിരഞ്ഞെടുക്കുന്ന കുറേ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരിടത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. കട്ടപ്പന കഴിഞ്ഞ് മാട്ടുക്കട്ട സിറ്റിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. 2012 ഈ പാലം പണി കഴിപ്പിച്ചത്. ഇടുക്കി ജലാശയത്തിന് മുകളിലൂടെയാണ് കേട്ടോ ഈ പാലത്തിൻ്റെ നിർമ്മാണം. ഈ പാലം വരുന്നോടം വരെയും അമ്പലം ലക്ഷ്യമിട്ട് വരുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വന്നും പോയും ഇരിക്കുന്ന ഒരിടമായിട്ട് ഇവിടെ മാറിയിട്ടോ. മാത്രമല്ല, സിനിമ ഷൂട്ടിങ്ങിനും ഒക്കെ ഇവിടെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ലൈഫ് ഓഫ് ജോസൂട്ടിയൊക്കെ ഇവിടെ ഒരുപാട് ഭാഗം അതിൻ്റെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെങ്ങാടം, വള്ളം ഒക്കെ ഇവിടെ വരുമാന മാർഗത്തിനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നത് സൺഡേ ആണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും നമുക്ക് സ്ഥലമില്ലാത്ത പോലെ ആളുകൾ വന്നേക്കുമായിരുന്നു. പാലത്തിലൊക്കെയാണ് ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പേര് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് കേട്ടോ കയറിയത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പാലം അങ്ങ് ഷെയ്ക്കാവും. ഞാൻ തിരിഞ്ഞു നിന്നതാണ് പേടിച്ചിട്ട്, കാരണം പാലം നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു. കുഞ്ഞാറ്റ കയറിയതുപോലെ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഈ പാലത്തിൽ കൂടെ നടന്ന് അക്കരെ എത്തുമ്പോൾ ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ ഏകദേശം ഒരു വളവ് തിരിയുമ്പോൾ ഒരു വീടുണ്ട്. അത് എൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ ആദ്യമായിട്ടൊന്നും അല്ല വരുന്നത്. 10-12 തവണയിലും ഈ പാലം പണിതതിന് ശേഷം വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവരാണെങ്കിൽ അതുപോലെ ശ്രദ്ധിച്ച് വേണം കേട്ടോ അവരെയും കൊണ്ട് നടക്കാനൊക്കെ. പാലത്തിൽ കൂടെ കയറുമ്പോഴാണെങ്കിലും സെൻറ്ററിൽ കൂടെ തന്നെ നടക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലിക്കുട്ടനെയും കൊണ്ട് എൻ്റെ അച്ഛൻ വരുന്നതാണ് കേട്ടോ ഇത്. അവനും കുറച്ച് നേരമൊക്കെ പാലത്തിൽ കൂടെ കയറി സെൻറ്റർ വരെ എത്താറായപ്പോൾ തിരിച്ചു പോയി. വള്ളങ്ങൾ കിടക്കുന്നതുണ്ടോ, ആ വള്ളത്തിലൊക്കെ നമുക്ക് വേണേൽ ചെന്ന് കയറാം. അതിനൊക്കെ പ്രത്യേകമായിട്ട് അവർ ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ വള്ളങ്ങളൊക്കെ. അതുകൊണ്ട് അവർക്ക് അതിന് ഫീസ് കൊടുക്കണം നമ്മൾ. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഉച്ച സമയത്തൊന്നും വരാതെ രാവിലെയോ വൈകിട്ടോ ഒക്കെ വരികയാണെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ്. ഒരു തണലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മടുക്കും, കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഇതൊക്കെ കയറി പോകുന്ന ഈ വള്ളത്തിൽ കൂടെ കയറുന്നതൊക്കെ വിനോദസഞ്ചാരികളാണ് കേട്ടോ. അതൊന്നും പ്രദേശവാസികളല്ല, എല്ലാം വിനോദസഞ്ചാരികളാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങളിന്ന് വന്നപ്പോൾ കേട്ടോ. വള്ളത്തേലും ചെങ്ങാടത്തേലും ഒന്നും കയറാത്തവരാണെങ്കിൽ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഇവിടുത്തെ അനുഭവം. അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിന് അങ്ങോട്ട് നമ്മൾ പോയില്ല. അവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കയറി കിടക്കുകയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പോയാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരത്തോട്ടൊന്നും പോക്ക് നടക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. വെള്ളം ഇറങ്ങുന്ന സമയത്ത് വാഹനങ്ങൾ പോകുന്ന റോഡാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. പാലത്തിൻ്റെ മുട്ട് മാത്രമേ ഇപ്പം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ വെള്ളം കയറി പാലത്തിൽ നിന്നാൽ ഒരാൾ പൊക്കത്ത് വെള്ളം ഉണ്ടെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഈ കാണുന്ന 6 മുട്ടുകളും ഉണ്ടോ, അത് നമ്മുടെ പാലത്തിൻ്റെ സൈഡിലെ കെട്ടിലുള്ള മുട്ടുകളാണ് കേട്ടോ. പാലം മൂടി വെള്ളമുണ്ട്. ആ മുട്ട് മാത്രമേ പൊങ്ങത്തി കാണത്തുള്ളൂ. നമ്മൾ 10-10 ആയപ്പം വന്നെങ്കിൽ പോലും നല്ല വെയിലായിരുന്നു കേട്ടോ ഇവിടെ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നത്. അതുകൊണ്ട് തന്നെയും ഒത്തിരി സമയമൊന്നും നമുക്കിവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട്. ഇതുവരെ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് കണ്ടു കേട്ട് പോകണം കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്, ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. അയ്യപ്പൻകോവിൽ അമ്പലത്തിലെ ഉത്സവം നടക്കുന്നതും ശിവരാത്രിയോടനുബന്ധിച്ചാണ് കേട്ടോ. അപ്പോഴേക്കും ഏകദേശം നമുക്ക് പാലത്തെ കൂടെ നടന്നു പോകാൻ പരുവത്തിനുള്ള വെള്ളമൊക്കെ ആകാറുണ്ട് എല്ലാ കൊല്ലവും. 3 കൊല്ലമായിട്ട് ഞാനിവിടെ ശിവരാത്രിക്ക് വരാറുണ്ട് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ ഉത്സവമൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.